الحمد لله المنعم المكرم المتفضل الذي تفضل علينا وجاد علينا بمثل هذه المجامع فضلا وإحسانا وكرما منه جل جلاله. അൽഹംദുലില്ലാ, മനോഹരമായ ഈ വേദി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾക്കായി ഇത്രമേൽ മനോഹരമായ ഒരു വേദിയിൽ നമ്മളെ ഒരുമിച്ച് കൂട്ടിയ അല്ലാഹുവിന് എല്ലാ നിലയിലും ശുക്റുകൾ, ഹംദുകൾ മൊഴിയുന്നു. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ മദ്ഹരി അതാഇനാ വമദ്ഹരി ഫഖ്രിനാ വമദ്ഹരി ഇസ്സിനാ. നമ്മുടെ എല്ലാം ആനന്ദങ്ങളുടെയും നമ്മുടെ പ്രൗഢിയുടെയും നമ്മുടെ എല്ലാം ബഹുമാനങ്ങളുടെയും മുഴുവൻ മദ്ഹറായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്തു സലാമുകൾ അല്ലാഹു വർഷിക്കട്ടെ. അൽഹംദുലില്ലാഹ് الذي من علينا بسيدنا محمد صلى الله عليه وسلم ورزقنا أكبر نعمة وهي نعمة سيدنا محمد صلى الله عليه وسلم. അൽഹംദുലില്ലാ, അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. അവനാണ് നമുക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന വലിയ നിഅമത്തിനെ പകർന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന നിഅമത്ത് കൊണ്ട് നമ്മെ അനുഗ്രഹിച്ച അല്ലാഹുവിന് സർവസ്തുതിയും. وجعلنا الله جل جلاله به صلى الله عليه وسلم خير أمة أخرجت للناس. ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഖൈറു ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായവരാക്കി മാറ്റുകയും ചെയ്തു. ആ ഖൈറു ഉമ്മത്തിൽ പെടാൻ നമുക്ക് സാധിക്കുകയും ചെയ്തു. അതിലും അല്ലാഹുവിനെ സ്തുതിക്കുന്നു. وكل هذا العز وكل هذا الفخر بشرف رسول الله صلى الله عليه وسلم. നമ്മുടെ എല്ലാ ഇസ്സത്തും നമ്മുടെ എല്ലാ ഫഖറും പ്രൗഢിയും എല്ലാം ബിശറഫി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫ് കൊണ്ടാണ്. لو كل واحد فينا علم الآن أن في هذه الساعة في هذا الوقت يعرض عملنا هذا على سيدنا محمد صلى الله عليه وسلم فيكون مسرورا منا عليه أفضل الصلاة والسلام. اللهم صل وسلم وبارك عليه. നമ്മളിൽ നിന്നുള്ള അമലുകൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് കാണിക്കപ്പെടുന്നു എന്ന സത്യത്തെ നമ്മൾ അറിയുമ്പോൾ നമ്മൾ ഈ നിമിഷങ്ങളിൽ കൂടുതൽ സന്തോഷത്തിലേക്ക് കടക്കുന്നു. നമ്മളിലുള്ള സന്തോഷവും ആനന്ദവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നമ്മുടെ അമലുകളും സ്വലാത്തുകളും സലാമുകളും കാണിക്കപ്പെടുന്നു എന്നുള്ളത് കൂടിയാണ്. وهذا المجمع المبارك وهذا المكان المبارك أقيم على نية الشرف بإعلاء مدح رسول الله صلى الله عليه وسلم. ഈ കൂട്ടവും ഈ ഒരുമിച്ച് കൂടലും ഈ സമ്മേളനങ്ങളും മുഴുവനും ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയാണ്. അത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന വലിയ നിയ്യത്തിന്മേലാണ്. ആ നിയ്യത്താണ് നമ്മുടെയൊക്കെയും മനസ്സിലുള്ളത്. وهذا المجلس مستمد والحمد لله في بركة مدح رسول الله صلى الله عليه وسلم بما جاء في البردة الشريفة لسيدنا الإمام البوصيري رضي الله عنه وأرضاه. മഹാനായ ഇമാമുൽ ബൂസീരി റളിയല്ലാഹു അൻഹുവിൻ്റെ ആ വിശുദ്ധമായ മദ്ഹ് കാവ്യമായ ഖസീദത്തുൽ ബുർദ, അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകൾ, അതുവഴിയായി മദ്ഹിൻ്റെ മജ്ലിസ് ഇങ്ങനെ നീണ്ടുപോവുകയാണ്. മദ്ഹിൻ്റെ മജ്ലിസുകൾ ഇനിയും നീണ്ടുപോയിക്കൊണ്ടേയിരിക്കും. ولماذا كان الاختيار على قصيدة البردة بالذات؟ അതുകൊണ്ടാണ് പ്രത്യേകമായി ഖസീദത്തുൽ ബുർദയെ തിരഞ്ഞെടുക്കപ്പെടുന്നത്. الذين مدحوا سيدنا رسول الله صلى الله عليه وسلم قبل سيدنا الإمام البوصيري رضي الله عنه كثير، والذين امتدحوا سيدنا رسول الله صلى الله عليه وسلم بعد الإمام البوصيري كثير أيضا. ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹുവിന് മുമ്പും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറഞ്ഞവരുണ്ട്. ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹുവിന് ശേഷവും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ അടയാളപ്പെടുത്തിയവരുണ്ട്. وهذه القصيدة جعل الله فيها من البركة ما جعلها تنتشر في جميع أنحاء العالم.
എന്നാൽ പ്രത്യേകമായി ഖസീദത്തുൽ ബുർദയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേക ബറക്കത്ത് നൽകി. അതുകൊണ്ട് പ്രപഞ്ചത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഖസീദത്തുൽ ബുർദ പാരായണം ചെയ്യുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നു. وهذه القصيدة ما فيها من عظمة وما فيها من بركة جعلت بعض أهل الصلاح من يتخذها وردا يوميا له. ഖസീദത്തുൽ ബുർദ നമ്മുടെ യൗമിയായ വിറുതായി സ്വീകരിക്കപ്പെടണം എന്ന് പറഞ്ഞവർ വരെയുണ്ട്. لما فيها من التوسل بسيدنا رسول الله صلى الله عليه وسلم. ഇതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തവസ്സുൽ ഉള്ളതുകൊണ്ട്. ولما فيها من البركة والرضا من رسول الله صلى الله عليه وسلم. ഇതിൽ പ്രത്യേകമായും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൃപ്തിയും ബറക്കത്തും ഉണ്ടായതുകൊണ്ട്. ويكفي من قرأها أنه يكرر قول سيدنا رسول الله صلى الله عليه وسلم. ഇത് പാരായണം ചെയ്യുന്നവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖൗലുകളെ ഉറപ്പിക്കുന്നു. فقوله صلى الله عليه وسلم في داخل هذه البردة الشريفة وأنه خير خلق الله كلهم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖൗലായി പരിശുദ്ധമായ ഖസീദത്തുൽ ബുർദയിലുള്ള വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം എന്നതിനെ വീണ്ടും ഉറപ്പിക്കുക കൂടിയാണ് ഖസീദത്തുൽ ബുർദ ചൊല്ലുമ്പോൾ. وختم سيدنا الإمام البصيري هذه البردة بيا أكرم الخلق مالي من ألوذ به. മഹാനായ ഇമാമുൽ ബുസീരി റളിയല്ലാഹു അൻഹു അവിടുത്തെ ബുർദ അവസാനിപ്പിക്കുന്നത് അവസാന ഫസ്ലായി ചേർത്ത് വെക്കുന്നത് യാ അക്രമൽ ഖൽഖി എന്നുള്ളതാണ്. فالحمد لله الذي جل جلاله أكرمنا بسيدنا ومولانا رسول الله صلى الله عليه وسلم الذي أراد أن يجعل لنا الإطمئنان والسكينة والسعادة فقال صلى الله عليه وسلم لكل نبي دعوة وأخبأت دعوتي شفاعة لأمتي يوم القيامة. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടാണ് നമ്മുടെ സമാധാനവും നമ്മുടെ വിജയവും എല്ലാം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറയുന്നു, എല്ലാ അമ്പിയാക്കന്മാർക്കും ദഅവത്തുണ്ട്, ദുആ ഉണ്ട്. എൻ്റെ ദുആ ഞാൻ മാറ്റിവെച്ചിരിക്കുന്നത് ശഫാഅത്തുൽ ലി ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിനുള്ള പ്രത്യേകമായ ശഫാഅത്തിന് വേണ്ടിയാണ്. ومن يقول أنا لها يوم القيامة غير سيدنا محمد صلى الله عليه وسلم. നാളെ ഖിയാമത്ത് നാളിൽ ശഫാഅത്തിനായി അധികാരമുള്ളത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രമാണ്. ومن يكون له الإذن في تلك الساعة بالسجود وبالحركة وبالدعاء وبالخطاب إلا سيدنا رسول الله صلى الله عليه وسلم. അന്ത്യനാളിൽ ആ നേരത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ സുജൂദ് കൊണ്ടും ഹറക്കാത്തുകൾ കൊണ്ടും മറ്റൊരാൾക്കും സാധ്യമല്ലാത്ത വിധത്തിൽ ശഫാഅത്ത് കൊണ്ടും മുന്നിൽ നിൽക്കുന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണ്. هذه كلها بشائر الخير لنا. അതൊക്കെയും നമുക്കുള്ള സുവിശേഷങ്ങളാണ്. بشائر العطاء المحمدي لنا. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാൽ നമ്മൾക്ക് ലഭ്യമായതുമാണ്. بشائر إكرام سيدنا محمد صلى الله عليه وسلم لنا. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബഹുമാനത്തിനാൽ വന്ന സുവിശേഷങ്ങളാണ് നമുക്കതൊക്കെയും. بشائر أن نجد يوم القيامة سيدنا محمد صلى الله عليه وسلم أمامنا وإمامنا. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മുടെ മുമ്പിലും നമ്മുടെ ഇമാമായും അന്ത്യനാളിൽ ലഭിക്കുക എന്നുള്ളതും സന്തോഷത്തിന്റെ വർത്തമാനമാണ്. فيجب علينا أن لا نتأخر عن رسول الله صلى الله عليه وسلم. സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് പിന്തിരിഞ്ഞു പോകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ولا نتخلف عن سيدنا رسول الله صلى الله عليه وسلم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ടെതിരായി പോകാതിരിക്കുവാനും നമ്മൾ ശ്രദ്ധിക്കണം. جزا الله إخواننا القائمين على هذا المحفل أن جعلوا لكم ساعات لتتأملوا معاني مدح رسول الله صلى الله عليه وسلم. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മദ്ഹിന്റെ മജ്ലിസുകൾ ഒരുക്കുന്നവർക്കും അതിനുവേണ്ടി ശ്രമിക്കുന്നവർക്കും എല്ലാം അല്ലാഹുവിങ്കൽ നിന്നുള്ള വലിയ പ്രതിഫലം ലഭിക്കട്ടെ. فعندما تنادي يا رسول الله ويا أكرم الخلق هل تنادي بقلب أو تنادي بلسان؟
നമ്മൾ യാ അക്രമൽ ഖൽഖ് എന്നും യാ റസൂലല്ലാഹ് എന്ന് വിളിക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ നാവ് കൊണ്ടാണോ നമ്മുടെ ഹൃദയങ്ങൾ കൊണ്ടാണോ നമ്മൾ വിളിക്കുന്നത്? كن على يقين إذا كان قلبك معلق بسيدنا محمد صلى الله عليه وسلم. ഉറപ്പായും നമ്മളൊക്കെയും ഒരു ഉറപ്പിലെത്തുക, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മുടെ ഹൃദയങ്ങൾ കൊണ്ടാണ് വിളിക്കുന്നതെന്ന ഉറപ്പിൽ. أن الله لا يحرمك من نوره ولا يحرمك من مدده. അങ്ങനെ ഒരു ഉറപ്പിന്മേൽ നമ്മൾ എത്തിയാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശത്തിൽ നിന്നും അവിടുത്തെ മദ്ഹിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ തടയുകയില്ല. അല്ലാഹു ഖദ് ജഅലനാ വഇയ്യാകും ഫീ അഅമാലിനാ ഫീ സഈരി അഅമാലിനാ യുഅറദു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയെങ്കിൽ നമ്മുടെ എല്ലാ അമലുകളും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ പ്രത്യേകമായി കാണിക്കപ്പെടുകയും ചെയ്യും. فكيف عندما يعرض مدحه الشريف. എങ്ങനെയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ കാണിക്കപ്പെടുക? وكيف عندما يعرض التوسل بجنابه العظيم. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ മദ്ഹുകൾ കാണിക്കപ്പെടുമ്പോൾ وكيف عندما يكون استمساك بجنابه الشريف. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേർക്കപ്പെടുമ്പോൾ وأما التوسل بسيدنا رسول الله صلى الله عليه وسلم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടാണ് നമ്മുടെ തവസ്സുൽ എന്നാകുമ്പോൾ فإشارة مدده. അത് നമ്മളിലേക്കുള്ള ഇശാറത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹായത്തിന്റെ. وإشارة عطائه صلى الله عليه وسلم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളിലേക്ക് നൽകുമെന്നുള്ളതിന്റെയുമാണ്. جاءت منه هو صلى الله عليه وسلم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് വരുന്നതുമാണ്. فلا نحتاج أن نبحث عن دليل. فلا نحتاج أن نبحث عن دليل. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലാത്ത മറ്റാരും നമുക്ക് ആവശ്യമില്ല. عندما جاء الأعمى إلى رسول الله صلى الله عليه وسلم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് അന്ധനായ ഒരു മനുഷ്യൻ വരുമ്പോൾ قال له النبي صلى الله عليه وسلم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, بعدما طلب من رسول الله صلى الله عليه وسلم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് തേടിയതിനു ശേഷം أن يدعو الله جل جلاله في أن يرد بصره. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ, എൻ്റെ കാഴ്ചയെ തിരികെ ലഭിക്കാൻ. فكان يكفي من رسول الله صلى الله عليه وسلم. അദ്ദേഹത്തിന് അത് മതിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ആ പറച്ചിൽ മതിയായിരുന്നു. أن يدعو الله له ويرد الله بصره. അദ്ദേഹം സ്വന്തമായി തന്നെ ദുആയിരുന്നു അതുവഴിയായി ലഭിച്ചേനെ. ولكن النبي صلى الله عليه وسلم كما قال رب العزة والجلال بالمؤمنين رؤوف رحيم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഉണർത്തിയതുപോലെ റഊഫും റഹീമുമായതുകൊണ്ട് മുഅ്മിനീങ്ങളോട് فأراد ذلك الإرشاد أن يكون لجميع أمة محمد صلى الله عليه وسلم. ആ ഇർഷാദിനെ എല്ലാ ഉമ്മത്ത് മുഹമ്മദിലേക്കും എത്താനായി പ്രത്യേകം ആഗ്രഹിച്ചു. وأن يكون الاستشفاء لجميع أمة سيدنا محمد صلى الله عليه وسلم. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇസ്തിഷ്ഫാഉം ജമീഉ ഉമ്മത്തിനും ലഭിക്കുവാനായി ആഗ്രഹിക്കുന്നു. وأن يكون العطاء ممتد إلى يوم القيامة لأمة سيدنا محمد صلى الله عليه وسلم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവിടുത്തെ പ്രത്യേകമായ സഹായത്തെ ഉമ്മത്ത് മുഹമ്മദിന് മുഴുവനായും നീണ്ടു ലഭിക്കാൻ ആഗ്രഹിക്കുന്നു. فبلسانه الشريف صلى الله عليه وسلم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്രമായ നാവുകൊണ്ട് علمنا كيف ننادي به ونتوسل به صلى الله عليه وسلم. എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കേണ്ടതെന്നും എങ്ങനെയാണ് തവസ്സുൽ ചെയ്യേണ്ടതെന്നും പഠിപ്പിക്കുന്നു. وقال له اذهب. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീ പോവുക, توضأ വുളു എടുക്കുക, وأحسن الوضوء. വുളുഇനെ നീ ഭംഗിയാക്കുക, وصلي ركعتين. 2 റക്അത്ത് നീ നിസ്കരിക്കുക, ثم ادعو بهذا الدعاء. പിന്നീട് ദുആ ഇറക്കുക. اللهم إني أسألك ഞാൻ നിന്നോട് ചോദിക്കുന്നു, അല്ലാഹ്, بنبيك. നബിയെ കൊണ്ട് ഞാൻ ചോദിക്കുന്നു, نبي الرحمة. റഹ്മത്തിന്റെ പ്രവാചകരായ يا محمد. ഓ മുഹമ്മദ് നബിയെ സല്ലല്ലാഹു يا نبي الرحمة. ഓ കാരുണ്യത്തിന്റെ പ്രവാചകരെ, إني توجهت بك إلى الله. ഞാൻ അങ്ങയെ കൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കുന്നു, ചോദിക്കുന്നു في رد بصري. എൻ്റെ കാഴ്ചയെ തിരികെ ലഭിക്കാൻ. فرد الله عليه بصره. അപ്പോൾ അദ്ദേഹത്തിന് കാഴ്ച തിരികെ ലഭിച്ചു.
كل واحد فينا ما هو نصيبه من هذا الدعاء. ഈ ദുആയിൽ എന്താണ് നമുക്ക് പഠിക്കുവാനുള്ളത്? هل ندعو به؟ അദ്ദേഹത്തെ കൊണ്ട് ദുആ ആരംഭിച്ചു. هل نتوسل به؟ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് തവസ്സുലാക്കിയതാണോ അല്ല നേരിട്ട് ദുആ എന്നതാണോ നമുക്കിവിടെ പഠിക്കാനുള്ളത്? هذا العطاء المحمدي ليس فقط لأن يكون في الكتب نقرأه فقط. നമ്മൾ അതാഉൽ മുഹമ്മദിയ കിതാബുകളിൽ നിന്ന് വായിക്കുവാൻ വേണ്ടി മാത്രമുള്ളതല്ല. إنما هذا العطاء المحمدي حتى نستفيد ونستمد منه في جميع شؤوننا. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അതാഉൽ മുഹമ്മദിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നുള്ള ഈ ലഭിക്കലുകൾ നമുക്ക് സ്വീകരിക്കുവാനുള്ളതുമാണ്. സാഹിബുൽ മറദ് യതവസ്സൽ ബിഹാദ الدعاء. ആരെങ്കിലും രോഗികളായുള്ളവർ ഈ ദുആ കൊണ്ട് തവസ്സുൽ തേടട്ടെ. സാഹിബുൽ ഹാജ യതവസ്സൽ ബിഹാദ الدعاء. ഹാജത്തുകളുള്ളവർ ആവശ്യങ്ങളുള്ളവർ ഈ ദുആ കൊണ്ട് തവസ്സുൽ തേടട്ടെ. സാഹിബുൽ അമൽ യതവസ്സൽ ബിഹാദ الدعاء. ആരുടെയെങ്കിലും ജോലി ആവശ്യങ്ങളുള്ളവർ അവരും ഈ ദുആ കൊണ്ട് ദുആ തേടട്ടെ, തവസ്സുൽ തേടട്ടെ. الطالب الذي يريد فهم ما يدرسه وما يتعلمه يتوسل بهذا الدعاء. ആരെങ്കിലും അറിവ് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മുതഅല്ലിമീങ്ങൾ അവർക്ക് ഇൽമും ഫഹമും അധികരിക്കുവാനുണ്ടെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാൽ തവസ്സുൽ തേടട്ടെ. إذا لا نبحث عن العطاء والاستمداد من سيدنا رسول الله صلى الله عليه وسلم. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുത്തില്ലെങ്കിൽ ചോദിച്ചില്ലെങ്കിൽ فأين سنجده? പിന്നെ നമുക്ക് എവിടെയാണ് അവലംബങ്ങളുള്ളത്? ليس لنا إلا رسول الله صلى الله عليه وسلم. നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലാതെ മറ്റാരുമില്ല. هو باب عزنا. നമ്മുടെ ഇസ്സത്തിന്റെ ബാബാണത്, വാതിലാണത്. നമ്മുടെ സഹായത്തിന്റെയും വാതിലാണത്. നമ്മുടെ ബഹുമാനത്തിന്റെയും വാതിലാണത്. നമ്മുടെ വിജയത്തിന്റെയും വാതിലാണത്. നമ്മുടെ വിജയത്തിന്റെ വാതിലാണത്. എപ്പോഴും അധികരിപ്പിക്കുക, എപ്പോഴും അധികരിപ്പിക്കുക യാ അക്രമൽ ഖൽഖി മാലി മൻ അലൂദു ബിഹി എന്നുള്ളത്. ألوذ به في مرضي، ألوذ به في شدتي، ألوذ به في حاجتي. ഏത് ഹാജത്തിലും ഏത് രോഗത്തിലും ഏത് വിഷമഘട്ടങ്ങളിലും ഒക്കെ യാ അക്രമൽ ഖൽഖി എന്നുള്ളതിനെ അധികരിപ്പിക്കുക. والله يجعلنا ممن يستنصر بسيدنا محمد صلى الله عليه وسلم. അല്ലാഹു സുബ്ഹാനഹു വ തആല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സഹായം ലഭിക്കുന്നവരിൽ നമ്മളെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. اللهم يا ذا الجلال والإكرام يا رحمن يا رحيم جمعتنا فضلا وكرما منك على أن نتشرف بسيدنا محمد صلى الله عليه وسلم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടാണ് നമ്മൾ ഒരുമിച്ച് കൂടിയതും നമ്മൾ ഇവിടെ ചേർന്നു നിന്നതും നമ്മളിലുള്ള ഷറഫുകളും മുഴുവൻ. وندعو الله ونتوجه إلى الله بقلوب صادقة. നമ്മുടെ സലീമായ ഹൃദയങ്ങൾ കൊണ്ട് തെളിഞ്ഞ ഹൃദയങ്ങൾ കൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുൻനിർത്തി അല്ലാഹുവിനോട് ചോദിക്കുക. കുല്ലുകും ഖൂലു നലൂദു ബിക യാ അക്രമൽ ഖൽഖ്. എല്ലാവരും പറയൂ നലൂദു ബിക യാ അക്രമൽ ഖൽഖ് എന്നുള്ളത്. نلوذ بك يا أكرم الخلق، نلوذ بك يا أكرم الخلق، نلوذ بك يا أكرم الخلق. اللهم صل وسلم على سيدنا محمد وعلى آل سيدنا محمد صلاة عبيد قلت حيلتهم ورسول الله وسيلتهم وأنت لها يا إلهي ولكل كرب عظيم فرج عنا ما نحن فيه بسر بسم الله الرحمن الرحيم. اللهم يا أول الأولين يا آخر الآخرين يا ذا القوة المتين يا راحم المساكين يا أرحم الراحمين أنجز لنا رحمة من عندك. اللهم إنا نتوجه إليك ونسألك يا الله بنبيك نبي الرحمة يا سيدنا يا مولانا يا رسولنا يا شفيعنا يا قرة أعيننا يا رسول الله يا سيدنا محمد. إنا توجهنا بك إلى الله في حفظنا وفي حفظ أهلنا وفي نصرتنا ونصرة أهلنا وجميع أحبابنا. اللهم بارك في جمعنا هذا، اللهم بارك في جمعنا هذا، اللهم بارك في جمعنا هذا، وبارك اللهم يا ذا الجلال والإكرام في جميع القائمين عليه. اللهم بارك في الشيخ محمد عبد الجليل يا رب العالمين، وبارك في الشيخ محمد فاروق النعيمي، وبارك في جميع القائمين، وبارك
بارك في من حضر يا ذا الجلال والإكرام. اللهم يا حي يا قيوم إننا نوقن بقول رسولك أنك تتجلى علينا بالمغفرة وأنك تتجلى علينا بالرحمة. اللهم فكما جمعتنا في موطن يحبه رسولك المصطفى صلى الله عليه وسلم اجعلنا على محبة سيدنا محمد صلى الله عليه وسلم. اللهم لا اجعلنا ثابتي الخطى على اتباع سيدنا محمد صلى الله عليه وسلم. لا تجعلنا يا رب متخلفين عن سيدنا محمد صلى الله عليه وسلم، ولا تحجب بيننا وبين سيدنا محمد صلى الله عليه وسلم. اللهم ارفع الحجاب الذي بيننا. اللهم إن كانت غفلة قلوبنا أقامت مسافة تبعدنا عن حضرة رسول الله صلى الله عليه وسلم وتمنعنا من نظرة رسول الله صلى الله عليه وسلم، اللهم فيا محول الأحوال حول أحوالنا إلى أحسن حال. اغفر ذنوبنا واستر عيوبنا واكشف كروبنا وصفي مشروبنا يا الله، وارفع الحال يا الله واقلبه يا الله وغيره بجودك وكرمك من حال بعد إلى حال قرب. اجعلنا يا الله من العبيد الذين اصطفيتهم ليجتمعوا بسيدنا رسول الله صلى الله عليه وسلم، واجعلنا يا الله من العبيد الذين جعلتهم من أهل حضرة ديوان رسول الله صلى الله عليه وسلم. اجعلنا ننظر إلى جمال رسول الله صلى الله عليه وسلم بأعيننا الشحمية ونسمع خطابه بآذاننا يا ذا الجلال والإكرام. اللهم واجعل أجسادنا ماثلة بين يديه بمنك وفضلك وكرمك وإحسانك، وأوصل الروح بالروح، أوصل أرواحنا بروح سيدنا محمد صلى الله عليه وسلم. اللهم إنك تعلم بضعفنا